ഹേ കുട്ടൻസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ സ്കൂളിലെ ഓണം പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളാട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. രാവിലെ 10 മണിയാകുമ്പോഴേക്കും നമ്മൾ മെഗാ തിരുവാതിരയുടെ തയ്യാറെടുപ്പ് തുടങ്ങിയിരുന്നു. കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു കേട്ടോ. മഴ ഇന്നലെ മുതലേ ചാറി തുടങ്ങിയിരുന്നു. ആയതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ വാട്സപ്പ് വഴി അവർക്കുള്ള സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞ് കൊടുത്തായിരുന്നു, ഓരോ ക്ലാസ് ഗ്രൂപ്പിൽ വിട്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേരുകളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരെല്ലാം വന്ന് നമ്മളിങ്ങനെ കളിച്ച് ട്രയലും കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചു. അങ്ങനെ ഓരോരോ സ്റ്റെപ്പുകളായിട്ട് കുട്ടികൾ കളിക്കാൻ തുടങ്ങി. അത്ര ട്രഡീഷണൽ ഡ്രസ്സായിട്ടൊന്നും അല്ലായിരുന്നു എല്ലാവരും വന്നിരുന്നത്. പക്ഷേ കളർ ഡ്രസ്സിലായതുകൊണ്ട് തന്നെ എല്ലാവരുടെ മുഖത്ത് നല്ല പുഞ്ചിരി ഉണ്ടായിരുന്നു, നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ ചെയ്യുന്നവരെല്ലാം നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളും ആ കൂട്ടത്തിൽ കൂടിയിരുന്നു കുട്ടികളുടെ കൂടെ. എല്ലാ വർഷവും നമ്മളും അവരുടെ കൂടെ കൂടാറുണ്ട്. എല്ലാ പരിപാടിക്കും നമ്മൾ അവരുടെ കൂടെ കൂടാറുണ്ട്. അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമാണ്, നമുക്കും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ മെഗാ തിരുവാതിരയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ? ടീച്ചേഴ്സും കുട്ടികളും ഗ്രൗണ്ടിൻ്റെ നടുഭാഗത്ത് നിന്ന് ഇങ്ങനെ കളിക്കും. അതിൻ്റെ സൈഡിൽ വേറെ കുറേ പ്രോഗ്രാംസിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും കേട്ടോ. വലിയ പൂക്കളവും അതുപോലെ മ്യൂസിക്കൽ ചെയറും വടംവലിയും അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. കണ്ടില്ലേ, നമ്മളിവിടെ കുട്ടികളുടെ കൂടെ ഇരുന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്, തിരുവാതിര കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളും ട്രൈ ചെയ്ത് നോക്കി. രസമായിരുന്നു. എല്ലാവരും കൂടെ കുറേ അങ്ങോട്ടും കുറേ ഇങ്ങോട്ടൊക്കെ വലിച്ച് പല പല സ്റ്റെപ്പുകളൊക്കെ ഇട്ടിട്ടാണെങ്കിലും നമ്മളത് കംപ്ലീറ്റ് ചെയ്തു, വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. പിന്നെ അതിന് ശേഷം നമുക്ക് കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാവും കേട്ടോ. സദ്യയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. നമ്മളെ സ്കൂളിൽ പോലെ ഇതുപോലെ ഒരുപാട് വലിയ മെഗാ പൂക്കളവും മെഗാ തിരുവാതിരയുള്ള സ്കൂളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ തൊട്ട് നേരെ കാണുന്ന പച്ച കളർ ബിൽഡിംഗ് എന്ന് പറയുന്നത്, അവിടെ തുണികളൊക്കെ ഉണക്കാട്ട് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ്, അവിടെ കുട്ടികൾ പഠിക്കുന്ന ഹോസ്റ്റലാണ് കേട്ടോ. മദ്രസ വകയുള്ള ഹോസ്റ്റലാണ്. അവിടെ കുട്ടികൾ സ്റ്റേയിങ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പഠിക്കുന്നുണ്ട്, മദ്രസപരമായുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അവിടുന്ന് കുട്ടികളൊക്കെ നമ്മൾ സ്കൂളിൽ വന്ന് പഠിക്കുന്നുണ്ട്. അതിന് ശേഷം ഈ പ്രോഗ്രാമിനൊക്കെ ശേഷം നമ്മൾ എന്ത് ചെയ്തു, പാരൻസിന് വേണ്ടിയും പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിരുന്നു. മ്യൂസിക്കൽ ചെയറും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നു. ടീച്ചേഴ്സിനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബോൾ പാസിങ് ഉണ്ടായിരുന്നു. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഔട്ടായി. കാരണം പാട്ട് വയ്ക്കാൻ ആളില്ല എന്നത് പറഞ്ഞുകൊണ്ട് എന്നെ പെട്ടെന്ന് അവർ അവിടുന്ന് ഒഴിവാക്കി എന്ന് പറയാം. അങ്ങനെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാനിങ്ങനെ ഇൻട്രസ്റ്റോടെ കളിച്ച് വന്നപ്പോഴേക്കും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എന്നെ അവർ ഒഴിവാക്കി. കാണുന്നുണ്ടാവുമല്ലോ അല്ലേ നിങ്ങൾ? ഞാൻ ഭയങ്കര കുറച്ച് സങ്കടത്തോടെയൊക്കെയാണ് അവിടുന്ന് പോകുന്നത്. എന്നാലും അവർക്ക് പാട്ട് വയ്ക്കാൻ ആളില്ല എന്നുള്ളത് കൊണ്ട് അവരെന്നെ പെട്ടെന്ന് ഒഴിവാക്കി വിട്ടതാണെന്നാണ് അവരെന്നോട് പറഞ്ഞത്, പാട്ടിൻ്റെ സംഘാടകരൊക്കെ പറഞ്ഞത്. അങ്ങനെ അതിന് ശേഷം നമ്മുടെ തൊട്ടപ്പുറത്ത് നമ്മുടെ ബോയ്സിൻ്റെ വടംവലി നടക്കുന്നുണ്ടായിരുന്നു. ബോയ്സിന് മാത്രമല്ല, ഗേൾസിൻ്റെ ഉണ്ടായിരുന്നു. ജൂനിയർ, സബ് ജൂനിയർ, ചെറിയ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ ഭയങ്കര ആവേശത്തോട് കൂടിയിട്ട് വടംവലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ ഒരുപാട് പേര് കാണാനുണ്ടായിരുന്നു കേട്ടോ. അതാണ് വലിയൊരു ആകർഷകം. പൊതുവേ ഇങ്ങനത്തെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുമ്പോൾ കുട്ടികൾ വരാറില്ല. പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഇന്നത്തെ പ്രോഗ്രാംസ് നടന്നു എന്ന് പറയാം. അത് കഴിഞ്ഞൊരു ഉച്ചയായപ്പോഴേക്കും മഴക്കാറ് മൂടി തുടങ്ങിയപ്പോൾ നമ്മൾ പെട്ടെന്ന് ഊണിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സദ്യവട്ടവും കാര്യങ്ങളൊക്കെ റെഡിയായി. അത്യാവശ്യം വേണ്ട കുറച്ച് കറികളൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു സദ്യ, നല്ല ടേസ്റ്റി സദ്യ കൊടുത്തു. അത് കഴിഞ്ഞ് പായസവും ഉണ്ട് കൂട്ടത്തിൽ. അങ്ങനെ അതിൻ്റെ സപ്ലൈയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഈ സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാരും PTA മെമ്പേഴ്സും നമ്മൾ ടീച്ചേഴ്സൊക്കെയാണ് കണ്ടത്. കുട്ടികൾ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. കൊച്ചുമക്കളാണ് അവർ, സൂപ്പർ എന്ന് പറയുന്നുണ്ട്. ഫുഡ് എങ്ങനെയുണ്ട് ചോദിക്കുകയാണ് ഞാൻ. കണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ സദ്യയിലുണ്ടായിരുന്നത്. നമ്മളും അവരുടെയൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നാട്ടുകാരും പാരൻസും അതുപോലെ കുട്ടികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് ഇങ്ങനെ കുറച്ചായിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച് തുടങ്ങുകയാണ് കേട്ടോ. ലാസ്റ്റ് പരിപാടിയാണത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളെല്ലാം പിരിച്ചു വിട്ടപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്തപ്പോൾ കുട്ടികളൊക്കെ 4 ഭാഗം ഓടി. പ്രോഗ്രാംസൊക്കെ എല്ലാം കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും അവരിൽ ആവേശം നിന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മളെ സ്കൂളിലെ ഓണാഘോഷ വിശേഷങ്ങളെല്ലാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബാക്കിയെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.